തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ഉയരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ഉയരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ഒരു ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ആണ് പ്രതിപക്ഷം. BJP പ്രതിപക്ഷമാകുന്നത് കൊണ്ട് മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രദ്ധേയമായി മാറിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ മിഷനിൽ ആദ്യമായി പ്രഖ്യാപിച്ച സ്ഥലം തിരുവനന്തപുരമാണ്. അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നാണ്. ഇതോടുകൂടി തന്നെ വലിയൊരു കരുതലിലാണ് LDF. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ട്. എന്നാൽ UDFന് ഒട്ടും സ്വാധീനവുമില്ല. UDF ദുർബലമായി കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഈ സാഹചര്യത്തിലാണ് BJPയും LDFും തമ്മിലുള്ള മുഖാമുഖത്തിലുള്ള ഏറ്റുമുട്ടലിന് തിരുവനന്തപുരം കോർപ്പറേഷൻ വേദി ആകുന്നത്, അരങ്ങ് ആകുന്നത്. എന്തായാലും വലിയൊരു സ്ഥാനാർത്ഥി ലിസ്റ്റിനെ തന്നെ LDF ഇറക്കിയിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. വലിയൊരു സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം SP ദീപക് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലം പേട്ടയോ ചാക്കയോ ആയിരിക്കും. പേട്ടയായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. പേട്ടയിൽ അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജന്മദേശം എന്ന നിലയിൽ വലിയൊരു പരിവർത്തനം വോട്ടർമാർക്കിടയിൽ ഉണ്ടാകും എന്ന ഒരു വസ്തുത CPM കണക്ക് കൂട്ടുന്നു. മറ്റൊന്ന് ജയൻ ബാബുവാണ്. CPMൻ്റെ മേയർ സ്ഥാനാർത്ഥി SP ദീപക് ആണെങ്കിലും SP ദീപകിനേക്കാൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് പാരമ്പര്യമുള്ള നേതാവാണ് ജയൻ ബാബു. ജയൻ ബാബു മത്സരിക്കുന്നത് പാങ്ങോട് നിന്നായിരിക്കും എന്നതാണ് പൊളിറ്റിക്സിലേക്ക് കിട്ടുന്ന വിവരം. മറ്റൊന്ന് ചാലയാണ്. ഒരു കാലത്ത് LDFൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു ചാല മോഹൻ്റെ തട്ടകം. ചാല മോഹൻ എന്ന് പറയുന്ന വലിയൊരു CPM നേതാവിൻ്റെ തട്ടകമാണ് ചാല. അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട്. ചാല മോഹന് അനാരോഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരം അവിടെ SA സുന്ദർ, CPMൻ്റെ സമുന്നത നേതാവായ, ജില്ലയിലെ സമുന്നത നേതാവായ SA സുന്ദർ മത്സരിക്കും. പിന്നീട് ആര്യ രാജേന്ദ്രൻ്റെ തട്ടകമാണ്. ആര്യ രാജേന്ദ്രൻ്റെ തട്ടകം മുടവൻ മുകളാണ്. അവിടെ ആര്യ വീണ്ടും മത്സരിക്കും. അങ്ങനെ കിടിലം സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് CPM മുന്നോട്ട് പോവുകയാണ്. കടകംപള്ളി വാർഡിൽ സിറ്റിംഗ് കൗൺസിലർ ഗോപനാണ്. ഗോപൻ വീണ്ടും ഒരു തവണ കൂടെ മത്സരിക്കും, വാർഡുകൾക്ക് വ്യതിയാനം ഇല്ലെങ്കിൽ. മറ്റൊന്ന് CPMൻ്റെ കൈവിട്ടുപോയ ഒരു വാർഡ് ആണ്, അത് കരിക്കകമാണ്. കരിക്കകത്ത് സുരേഷ്, CPMൻ്റെ മുമ്പത്തെ നേതാവായ സുരേഷ് മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ചുരുക്കത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ നിർണയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് CPM. ആ തീരുമാനം CPMനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തീരുമാനമാണ്, അതിശക്തമായ തീരുമാനം. ദീപകാണ് മേയർ സ്ഥാനാർത്ഥി എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ദീപക് മേയർ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒരുപാട് അന്തരാർത്ഥങ്ങൾ ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ സംഭവിക്കും. കാരണം അദ്ദേഹം ഏറെക്കാലമായി CPMൻ്റെ ഓർഗനൈസർ ആയിരുന്നു. SFIയുടെയും DYFIയുടെയും ഓർഗനൈസർ ആയിരുന്നു. ശക്തമായ സംഘടനാ പാഠവം ദീപകിനുണ്ട്. ദീപക് ഇത്തവണ മത്സരിക്കുന്നത് മേയറാകാൻ വേണ്ടി മാത്രം തന്നെയാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. എന്തായാലും ശക്തമായ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് CPM കളി തുടങ്ങിക്കഴിഞ്ഞു. മറുവശത്ത് BJPയും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കാനുള്ള ശ്രമത്തിലാണ്. മുരളീധരൻ അടക്കമുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള ശ്രമത്തിൽ. മുരളീധരൻ അടക്കമുള്ള സ്ഥാനാർത്ഥികളെ മത്സരിക്കാനുള്ള ശ്രമത്തിൽ BJP വ്യാപൃതമാകുമ്പോൾ അപ്പുറത്ത് CPM
തലസ്ഥാന തെരഞ്ഞെടുപ്പിൽ കിടുക്കുകയാണ്. അതാണ് നമ്മളുടെ ഹെഡിങ്ങിൻ്റെ പ്രത്യേകത. തലസ്ഥാന തെരഞ്ഞെടുപ്പിൽ കിടുക്കി സി പി എം സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്ത്. ഇതാണ് ഞങ്ങൾ ഹെഡിങ്ങായി ഇട്ടിരിക്കുന്നത്. ഇതിൽ വലിയ വേലിയേറ്റമോ ഇതിൽ വലിയ വേലിയിറക്കമോ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം അവർക്ക് സി പി എമ്മിന് കൃത്യമായി അറിയാം ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത്. ജയൻ ബാബു അടക്കം ആര്യ രാജേന്ദ്രനെ അടക്കമുള്ള നേതാക്കന്മാർ മത്സരിക്കുമ്പോൾ ആ മത്സരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിന് സി പി എം നേതൃത്വം നൽകുന്നു. ഒരു ജീവൻ മരണ പോരാട്ടത്തിന് സി പി എം ശക്തമായ നേതൃത്വം തന്നെ നൽകുന്നു. അതൊക്കെയാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു സ്ഥാനാർത്ഥി നിരയുമായി സി പി എം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ബി ജെ പിയെ വെല്ലുന്ന സ്ഥാനാർത്ഥി പട്ടിക, ബി ജെ പിയെ തകർത്ത് തരിപ്പണമാക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക, ഇതൊക്കെയാണ് സി പി എം പുറത്ത് വിട്ടിരിക്കുന്നത് അനൗദ്യോഗികമായി. ഔദ്യോഗികമായി അവർ ഇപ്പോൾ തന്നെ 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ പുറത്തുവിടും അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ്. അനൗദ്യോഗിക സ്ഥാനാർത്ഥി ലിസ്റ്റ് നേടിയെടുക്കുക എന്നുള്ളത് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. പൊളിറ്റിക്സ് കേരള അത് നേടിയെടുത്തിരിക്കുന്നു. പൊളിറ്റിക്സ് കേരള അത് നേടിയെടുക്കുക മാത്രമല്ല, കൃത്യമായ റിപ്പോർട്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും സി പി എം കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കില്ല വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന് ഒരു വലിയൊരു തകർച്ച നേരിടേണ്ടി വരും. വലിയൊരു തകർച്ച. ആ തകർച്ചയെ അതിലംഘിക്കാൻ സി പി എമ്മിന് ഒരുപാട് പാടുപെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർ ശക്തരായ സ്ഥാനാർത്ഥി നിരയെ പുറത്ത് ഇറക്കിയിരിക്കുന്നു. എസ് എ സുന്ദറും എസ് പി ദീപക്കും ജയൻ ബാബുവും മേയർ ആര്യ രാജേന്ദ്രൻ, ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രനും അടക്കമുള്ള ഒരു പുതിയ തലമുറ. കടകംപള്ളിയിൽ ഗോപൻ പരിണത പ്രജ്ഞനാണ്. അതുകൊണ്ട് ഗോപനെ മാറ്റി നിർത്തി ഒരു തെരഞ്ഞെടുപ്പ് സി പി എം ചിന്തിക്കില്ല. അതേസമയം കരിക്കകം ഒരു കാലത്ത് സി പി എമ്മിൻ്റെ കോട്ടയായിരുന്നു, ഉരുക്ക് ദുർഗമായിരുന്നു. കരിക്കകത്തെ മാറ്റി നിർത്തി ഒരു ചിന്തയ്ക്ക് സി പി എം തയ്യാറുമല്ല. കരിക്കകത്ത് സുരേഷിനെ നിർത്തുന്നതോടുകൂടി ഒരു കോംപ്രമൈസിനും സി പി എം തയ്യാറല്ല എന്ന് സി പി എം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനം എന്നുള്ളത് വലിയ ഒരു ഘടകമാണ്. ജനമാണ് തീരുമാനിക്കേണ്ടത്. ജനമാണ് പരമാധികാരം. ജനത്തിൻ്റെ മേൽ കണ്ണിൽ മണ്ണിട്ട് കുറച്ചു കാലം മുന്നോട്ട് പോകാൻ ഏത് രാഷ്ട്രീയ കക്ഷികൾക്കും സാധിക്കും. പക്ഷേ അതിനൊക്കെ അപ്പുറം ജനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വളർന്നു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജനം എന്ന് പറയുന്ന പ്രസ്ഥാനം കടന്നു പോകുന്ന കാലഘട്ടത്തിലൂടെ നമ്മളും കടന്നു പോകുമ്പോൾ അതിന് വലിയൊരു വ്യതിചലനം ഉണ്ടാകുന്നു. ആ വ്യതിചലനം തന്നെയാണ് സി പി എം തിരിച്ചറിയുന്നതും ജനത്തിന് അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ.